ലാത്തികൾക്ക് ബീജമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ എന്ന് KR ഗൗരിയമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേരളത്തോട്. അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഏത് രീതിയിലായിരുന്നു കരുണാകരൻ്റെ പോലീസ്, കോൺഗ്രസിൻ്റെ പോലീസ് പെരുമാറിയത് എന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരാൾ കൂടിയുണ്ട്, അബ്രഹാം ബെൻഹർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കെയാണ് അബ്രഹാം ബെൻഹറിനെ തീവ്രവാദ ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കക്കയം ക്യാമ്പിലേക്ക് മാറ്റിയത്. പിന്നീട് ക്രൂരമർദ്ദനങ്ങളുടെ നാളുകളായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കക്കയം ക്യാമ്പിൽ പോലീസ് മർദ്ദിച്ചു കൊല്ലുകയായിരുന്നുവെന്ന് അബ്രഹാം ബെൻഹർ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ലോകമറിഞ്ഞത്. അടിയന്തരാവസ്ഥയിൽ കക്കയം പോലീസ് ക്യാമ്പിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകമറിഞ്ഞത് അബ്രഹാം ബെൻഹറിലൂടെയാണ്. 1976 പോലീസ് കക്കയം ക്യാമ്പ് ആരംഭിച്ചത്. മിസി എന്ന നിയമം പരമാവധി ദുരുപയോഗം ചെയ്ത കാലം. കായണ്ണ പോലീസ് സ്റ്റേഷൻ നക്സലുകൾ ആക്രമിച്ചതിൻ്റെ പേരിൽ ക്യാമ്പസ് വിദ്യാർത്ഥികളെ നക്സലുകളായി മുദ്രകുത്തി കക്കയം ക്യാമ്പിലെത്തിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷക വിദ്യാർത്ഥി അബ്രഹാം ബെൻഹറുമെല്ലാം ഒരേ സമയത്താണ് ക്യാമ്പിലേക്ക് എത്തിയത്. 1976 മാർച്ച് 1 മുതൽ 13 വരെ അനുഭവിച്ച മൃഗീയ പീഡനം. ഇയാൾ ഇറങ്ങി വന്ന വാതിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഒരാളുടെ തലയ്ക്ക് ഒരാളുടെ കാലും പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരാളെ എടുത്തങ്ങോട്ട് മാറ്റിയിടുന്നത് ഇങ്ങനെ കണ്ടു. അവിടെ കിടന്നു. അപ്പോൾ ഇവരുടെ ചോദ്യങ്ങൾ പിന്നീട് ഏകദേശം ഒക്കെ ഒരു സ്റ്റോപ്പ് വന്ന പോലെയായി. എന്നോട് പുറമേയുള്ള പോലീസുകാരനെ വിളിച്ച് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. പുറമേ നിന്ന് 2 പോലീസുകാർ വന്നു, എന്നെ പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്ത മുറിയുടെ ബാക്കിലുള്ള രണ്ടാമത്തെ മുറിയിലൊരു ഹാൾ, ഇതേപോലെ തന്നെ ഒരു 30-20 ഹാളിലെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളുകയാണ്. അപ്പം ഞാനവിടെ എനിക്ക് ഒരു ബോധം പോയ മട്ട് പോലെയുള്ളൊരവസ്ഥയിൽ ഞാനവിടെ ആദ്യം കുത്തിയിരുന്ന് പിന്നെ അവിടെ കിടന്ന് അഗാധമായിട്ടങ്ങ് ഉറങ്ങിപ്പോയി. ഇടയ്ക്കെപ്പോഴോ ബോധം തെളിഞ്ഞപ്പോൾ കേട്ടു പി ലക്ഷ്മണ, ജയറാം പടിക്കൽ, മധുസൂദനൻ എന്നിവരുടെ അടുത്തേക്ക് അടുത്ത മുറിയിൽ നിന്നും ഒരു പോലീസുകാരൻ വന്ന് പറയുകയാണ്, പോലീസ് മർദ്ദിച്ചുകൊണ്ടിരിക്കെ യുവാവിന് ബോധം പോയെന്ന്. പിന്നീട് ബോധം തെളിഞ്ഞില്ലെന്നും പറഞ്ഞു. ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടുപോയി കളയാനായിരുന്നു നിർദ്ദേശം. ജയിൽ മോചിതനായ ബെൻഹർ മലപ്പുറം പി മൂസ എന്ന മുതിർന്ന പത്രപ്രവർത്തകനെ കണ്ടു. രാജൻ കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകമറിയുന്നത് ആ പത്രസമ്മേളനത്തിലൂടെയാണ്. ഈ വലിച്ച് ഞാൻ കണ്ടതായിട്ട് റൂമിൽ നിന്ന് മാറ്റിയ ഒരാൾ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് രാജനാണെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലായെന്ന് വെച്ചാൽ പിന്നീട് ജോസഫ് ചാലിയും ഞാനും ജയിലിലെത്തി. അപ്പോൾ ചാലിയും രാജനും അവിടെ എത്തിയ സമയവും ചാലിനെയും രാജനും വേറെ മുറിയിലേക്ക് കൊണ്ടുപോയി ഉരുട്ടുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ഒരു 12-1 മണിയുടെ ഇടയിലാണ് സംഭവം. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ ഇത് കാണുന്നത്. ഈ രാജൻ്റെ അന്ന് ബോധം കെട്ടു എന്ന് പറഞ്ഞ് രാജൻ അന്ന് മരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ചാക്കിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ രാത്രിയിൽ ആ ചാക്കിൽ കെട്ടി അവിടെ വെച്ചു. പിറ്റേ ദിവസം 1-ാം തീയതി പകൽ 1 മണിയോടുകൂടി രാജൻ മരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ 3-ാം തീയതി രാവിലെ 2-ാം തീയതി രാത്രി ആ ശവം എടുത്തുകൊണ്ട് അവർ പോയി. എവിടെ കൊണ്ടുപോയി? പോലീസ് ജീപ്പിൽ കയറ്റി. എന്നിട്ട് കോഴിക്കോട് കോരപ്പുഴയിൽ നോക്കിയാൽ കടൽ കാണാം. കോരപ്പുഴയിലെ പാലത്തിൽ കൊണ്ടുപോയി നിർത്തി ഈ ചാക്കിൽ കെട്ടിയതായിട്ടുള്ള രാജൻ്റെ ബോഡി പുറത്തെടുത്ത് അവൻ്റെ വയറ് കീറി ചാക്കോട് കൂട്ടിയിട്ട് പുഴയിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഭരണകൂടവർഗ ഭീകരതയുടെ മുഖം എല്ലാ രൗദ്രഭാവങ്ങളും പേറിക്കൊണ്ടെത്തിയ ഇരുണ്ട കാലഘട്ടവും കടന്ന് അബ്രഹാം ബെൻഹർ 81-ാം വയസ്സിലേക്ക് നടന്നെടുക്കുമ്പോഴും പറയാനുള്ളത് ഇതാണ്. കക്കയം ക്യാമ്പിലെ പീഡനത്തിനിടയിൽ അബ്രഹാം ബെൻഹർ പറഞ്ഞ വാചകങ്ങളുണ്ട്. ചരിത്രത്തിൻ്റെ ചക്രമുരുളുന്നത് രക്തസാക്ഷികളുടെ അസ്ഥിപഞ്ജരങ്ങൾക്ക് മുകളിലൂടെയാണ് എന്ന്. അത് ചരിത്രത്തിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. അബ്രഹാം ബെൻഹറിനൊപ്പം
PV ജോഷില.